നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അടയാളം ഇതിനകത്ത് കർത്താവ് ചെയ്യാൻ പോകുന്നത്. സ്വതം ഈ ആസ്മ രോഗത്തിന് മരുന്നുണ്ടോ? കുറവല്ലേ? കഴിഞ്ഞ ലോകത്തെ വർഷം ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥന നടക്കാം 30 ദിവസം സിനിമാ തിയേറ്ററിൽ. പാസ്റ്റർ ജോൺസൺ അറിയില്ല തിയേറ്ററിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ വിശ്വാസത്തിൽ ജനിച്ച കാരണം സിനിമാ തിയേറ്ററിൽ പോയാൽ വാങ്ങി കിട്ടിയിട്ടില്ല. തിയേറ്ററിന്റെ ഉള്ളിൽ എന്നാന്ന് കാണാൻ ഒരാഗ്രഹം ഉണ്ടാകും, പിടിച്ചു വിടത്തില്ല. അങ്ങനെ ഇന്നാൾ സൂചാഗ്രഹം നടത്താൻ ഒരു തിയേറ്റർ എടുത്തു. അങ്ങനെ ഞങ്ങൾ കണ്ടു. ബാൽക്കണി താഴെയെല്ലാം ഒരേ ടിക്കറ്റ്, ആളുകൾ നിറഞ്ഞ് യോഗം കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ 30 ദിവസം ഉപവാസത്തിനിടയിൽ 12 ദിവസം കഴിഞ്ഞപ്പോ ഒരു പാസ്റ്റർ ജോളി പാസ്റ്റർ എന്താ ചിലരോട് പറഞ്ഞു, പാസ്റ്ററെ ഒരു രഹസ്യം പറയാനാ. ഞാൻ പറഞ്ഞു, മറ്റേ ട്യൂബ് എടുത്തിനെ കാണിച്ച് ഈ ആസ്മയ്ക്ക് സ്പ്രേ ചെയ്യുന്ന സംഭവം. ഞാൻ വേദോസം എടുക്കാൻ മറന്നാലും ഇതെടുക്കാൻ മറക്കരുത്. കാരണം വേദോസം ആരെങ്കിലും വായ്പ മേടിക്കും, ഇത് വായ്പ കിട്ടി വരില്ല. ഇത് ശരിക്കും പോകും, ഇതുമായിട്ട് പോകുന്നുള്ളൂ. ഇപ്പൊ ശ്രദ്ധിക്കാൻ വേണം നോക്കാം. വീട്ടിൽ 50 കുപ്പി കാര്യം പണക്കും. ഞാൻ ചെന്നപ്പോഴോട് പറയാൻ വന്നേ, ഉപവാസം തുടങ്ങി 1-ാം ദിവസം തൊട്ട് ഇത് വലിച്ചിട്ടില്ല. ഇപ്പൊ 10 ദിവസമായി. കാശ് പറയേണ്ടത് എനിക്ക് ഇച്ചിരി വിശ്വാസക്കുറവാ. ഞാൻ ഇപ്പൊ പറയണം, ഇപ്പൊ പറയേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ പുള്ളി ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയേണ്ടത് ഇച്ചിരി വെയിറ്റ് ചെയ്യുന്നു. ഉപവാസം തീർന്നതിന് ഉള്ളി പറയും, ഇനി പാട്ട് നടഞ്ഞാൽ ഞാൻ പറയുന്നത്. പുള്ളി ഈ ട്യൂബ് എല്ലാം കൊണ്ടാ പറഞ്ഞു, കൈ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, മരുന്നില്ലാത്ത രോഗം, മരുന്നില്ലാത്ത രോഗം, മരുന്നില്ലാത്ത രോഗം യേശു സൗഖ്യമാക്കി. എങ്ങനെ സൗഖ്യമാക്കി? കൈവച്ചില്ല, ഇല്ല കൈവച്ചില്ല. കൈവെക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ സ്വോത്രം. നമ്മൾ ഈ തെറ്റായ സങ്കല്പങ്ങളിൽ പറയണം. കൈവെക്കണം നിർബന്ധമൊന്നുമില്ല. കൈവെക്കാൻ നിയോഗമുള്ളപ്പോ കൈവെച്ചോളും. നീ വേണേ കേറിയത് തൊട്ടോ, വേണമെങ്കിൽ കേറിയത് പിടിച്ചോ, വേണമെങ്കിൽ നിന്റെ സൗഖ്യം എടുത്തോ. അതുകൊണ്ട് ഈ കേസ് മാറത്തില്ല, ആ കേസ് മാറത്തില്ല. ഇത് പഴയതാ, ഇത് പഴകിയതാ, ഇത് അതാണ്, ഇത് അതാണ്, അതിതാണെന്ന് പറയണ്ട. യേശു ഉണ്ടെങ്കിൽ അവൻ അസാധ്യമെന്നൊന്നില്ലല്ലോ. അവനവരോടൊപ്പം നടക്കുക, യേശുവിനോടൊപ്പം നടക്കുക. സുഹൃത്തുക്കളെ, വീട്ടിൽ ചോദിക്കുന്നു, നിങ്ങൾക്ക് ആത്മീയത്തിലെ സ്റ്റാൻഡേർഡ് എത്രത്തോളം ഉണ്ട്? നിങ്ങൾക്ക് യേശുവിന് പരിചയമുണ്ടോ? ഏത് സഭയിലാണ് ആരുടെ മോനാണെന്ന് ഞാൻ ചോദിച്ചില്ല. യേശുവിനെ പേഴ്സണലായിട്ട് പരിചയമുണ്ടോ? കൂടെ വരുന്നൊരു ദൈവം, കൂടെ വരുന്നൊരു ദൈവം, കൂടെ വരുന്നൊരു ദൈവം, കൂടെ വരുന്നൊരു ദൈവം, കൂടെ വരുന്നൊരു ദൈവം. രാത്രിയിലും പകലും വഴിയിലും പെരുവഴിയിലും കൂടെ വരുന്ന ഒരു സർവശക്തനെ നിനക്കറിയാമോ? ഇന്ന് രാത്രി ഞങ്ങൾ അവനെ പരിചയപ്പെടുത്താം. അവൻ നിന്റെ കൈക്ക് പിടിക്കും, അവൻ നിന്റെ കൂടെ വരും, ഇടവഴിയിൽ ഉപേക്ഷിക്കുകയില്ല. അവൻ വഴിയിൽ നിന്നെ മറക്കുന്നവൻ അല്ല. മണിമല ടൗണിൽ നടന്ന മനുഷ്യന് മാന്യനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എന്റെ ഭാര്യയും മക്കളും എന്നെ ഉപേക്ഷിച്ചു പോയി. അദ്ദേഹത്തിന് 60 വയസ്സുണ്ട്. ഞാൻ എത്ര കൊല്ലം ജീവിച്ചു? 55 കൊല്ലം കഴിഞ്ഞിട്ടാ പോയത്. കഷ്ടം. 55 വയസ്സിന് ശേഷം. അപ്പൊ വഴി കിട്ടിട്ട് പോകുന്നത് ആ മനുഷ്യൻ അല്ലേ? ഒരുമിച്ച് ജീവിച്ച പലരും വഴി കിട്ടിട്ട് പോയി. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കുന്നവൻ വഴിയിൽ നിന്നെ അവൻ ഉപേക്ഷിക്കില്ല. ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന സഹോദര, ഇന്ന് രാത്രി എഴുതിയിട്ടോ, നിന്റെ കൈക്ക് പിടിക്കാൻ ഒരുത്തരുണ്ട്. വിഷം കുടിക്കുന്നവരെ കുറിച്ച് ചിന്തിച്ച സഹോദരി, ഇന്ന് രാത്രി എഴുതിയിട്ടോ, നിന്റെ കൈക്ക് പിടിക്കാൻ ഒരുത്തരുണ്ട്. ഒരു കൈ നീട്ടിപ്പിടിച്ചിരിക്കുക. നീ ഒന്നങ്ങ് നീട്ടിയാ മതി, ഒന്ന് കേറി പിടിച്ചാ മതി, ജീവിതം സുഖമായി.
നമുക്ക് ഈ വചനത്തിലെ ബാക്കി കാര്യങ്ങളെല്ലാം ചിന്തിക്കട്ടെ. ദൂതുപിടിയുള്ള വളരെ പറയാം. ഇതിനെ തർക്കിച്ചോട് പോകുമ്പോ യേശു അടുത്തിരുന്നു, നിങ്ങൾ എന്നെ തർക്കിക്കുന്നു. സോറി, ഈ രണ്ടുപേരും തർക്കിക്കുമ്പോ അതിനകത്ത് കയറി ഇടപെടരുത്. ഇടപെടാൻ നിങ്ങൾക്ക് വീഴ്ത്താൻ പറ്റില്ല. കാര്യം തീർന്നിട്ടില്ല. ഒരാൾ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് പറഞ്ഞു ബസ്സിൽ ഇറങ്ങി നടന്നു പോകുമ്പോ രണ്ടുപേര് വഴിയിൽ നോക്കി ചേട്ടാ ചേട്ടാ ഇപ്പൊ ചെന്നു ഈ മോളി കാണുന്നു, സൂര്യനാണോ അതെന്താ കാണുമെന്ന് ചോദിച്ചു. ശ്രദ്ധിക്കാം, ഇവരുടെ സംഭാഷണം കാണുമ്പോൾ മനസ്സിലായി ഉച്ചേച്ച. അപ്പൊ ഈ ഒരുത്തം പറഞ്ഞു സൂര്യനാണ്, ഒട്ടും പറഞ്ഞു ചന്ദ്രനാണ്. ഈ വന്ന ചേട്ടൻ വേണം തീരുമാനം പറയാം. പുള്ളി പറഞ്ഞു ഞാൻ ഈ നാട്ടുകാരനല്ല ഓർത്തു, അതേ പറ്റുള്ളൂ. രണ്ടുപേരും തർക്കിക്കുമ്പോൾ ഇടപെടുന്ന വളരെ സൂക്ഷിച്ചു. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താവ് അണിച്ചൂടെ മാറി നിന്നുള്ളൂ. എന്നാ കാര്യം നോക്കുക, ഇവര് നാളെ ഒന്നാവും, നമ്മളവിട്ടാവുന്നുള്ളൂ. കർത്താവ് കയറി ഇടപെട്ടു. കർത്താവ് ഇടപെട്ടാറിയോ തീർക്കാവുന്ന ഉറപ്പുള്ളതാണ്. നമ്മൾ ഇടപെടാതെ തന്നെ മതിയോ തീർക്കുകയാണെന്നുള്ളതാണ്. അവൻ ഇടപെടുന്നവൻ. രണ്ടാമത്തെ ദൂത്, അവൻ ഇടപെടുന്നവൻ. ഒന്നുറക്കെ പറയാമോ? അവൻ ഇടപെടുന്നവനാണ്. അവൻ നിന്റെ വിഷയത്തിൽ ഇടപെടും. അവൻ നിന്റെ ബിസിനസ്സിൽ ഇടപെടും. അവൻ നിന്റെ ഫാമിലി ലൈഫിൽ ഇടപെടും. അവൻ നിന്റെ സംഭാഷണത്തിൽ ഇടപെടും. അവൻ നിന്റെ കടഭാരത്തിൽ ഇടപെടും. അവൻ നിന്റെ ബലഹീനതയിൽ ഇടപെടും. അവൻ നിന്റെ രോഗത്തിൽ ഇടപെടും. അവൻ നിന്റെ ഭയത്തിൽ ഇടപെടും. അവൻ നിന്റെ നിരാശയിൽ ഇടപെടും. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർ ഉറച്ച ദൈവത്തെ സ്തുതിക്കും. അവൻ ഇടപെടും. ഇല്ലേ? ഇടപെട്ടിട്ടില്ലേ? ഇടപെട്ടിട്ടില്ലേ? അപ്പൻ ഇടപെടാതിരുന്നപ്പോൾ, അമ്മ ഇടപെടാതിരുന്നപ്പോൾ, ആരും ഇടപെടാതിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു കൈ നിനക്ക് വേണ്ടി ഇടപെട്ടിട്ടില്ലേ? ജീസസ്, രാത്രി ഞാൻ വളരെ സന്തോഷവനാണ്. എന്റെ കർത്താവ് ഇടപെടുന്നവനാണ്. എന്റെ കർത്താവ് ഇടപെടുന്നവനാണ്. നിന്റെ വിഷയത്തിൽ അവൻ ഇടപെടും. അവനത് പരിഹരിക്കും. അവനെ പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നമില്ല. അവൻ ഇടപെടാൻ പറ്റാത്തൊരു പ്രശ്നമില്ല. അവൻ ഇടപെട്ടാൽ അത് മനോഹരമാവും. അവൻ ഇടപെട്ടു. ഉടനെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആണോ? ഈ ലോകം നമുക്ക് കൺഫ്യൂഷനെ തരുന്നു. യേശു നമുക്ക് കൺവിക്ഷൻ തരും. കൺഫ്യൂഷൻ, കൺക്ലൂഷൻ, കൺവിക്ഷൻ, മൂന്ന് സാധനമുള്ളത്. സാധാരണക്കാരുടെ കൂടി കൺഫ്യൂഷൻ തരും. ബുദ്ധിജീവികളൊക്കെ കൂടെ കൂടി കൺക്ലൂഷൻ തരും. ഈശോമിശിഹാ വന്നിട്ട് കൺവിക്ഷൻ തരും. ഇതൊക്കെ എന്നതാ സാറേ പറയാം? കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പം, സംശയം. ആര് വന്ന് പറഞ്ഞാൽ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ഈ കാലിന്റെ മുട്ടിനൊരു ചെറിയ ചതവ് പറ്റി. ഒരാൾ വന്നിട്ട് പറഞ്ഞേ ചിരട്ട വയ്ക്കുവാൻ മാറി വെക്കേണ്ടി വരും. കൺഫ്യൂഷനാണ്. ഈ പുള്ളി ഓർത്തോയുടെ എന്ത് കഴിഞ്ഞാണ് ചുമ്മാ പറയുന്നതാണ്. വേറെ ആൾ വന്നിട്ട് ഇതുപോലെ ഒരാൾക്ക് വന്നിട്ട് ആ കാലം യൂസ്ലെസ് ആയിപ്പോയി സഹായിക്കാൻ വരുന്ന. നമുക്കൊരു അപകടം പറ്റിയാൽ വരുന്നവരെല്ലാം വീഡിയോസ് ആയിരിക്കും. വരുന്നവർ മുഴുവൻ ഡോക്ടർമാരാവും. കൺഫ്യൂഷൻ. ഇന്ന ആശുപത്രിയിലാണ്, അതിനാണ് ആ ആശുപത്രി പോയത്. പിന്നെ എവിടെ കൊണ്ടു വേറൊട്ട് പോയാൽ ഞാൻ പറയുന്നത് അതിന് അവിടെ പോയി. കാരണം ഇവർക്ക് എന്തെങ്കിലും ചോദിക്കും. ചില ഡോക്ടർമാരെ ഇതുപോലെ തന്നെ എന്നെ ഇത്ര വൈകി, എന്നെ ഇത്ര വൈകി, ഏത് കേസ് കൂടിയെന്നാലും എങ്ങനെ വേണമെന്നോ അതിനെ ചോദിച്ചു. അയാൾ പറഞ്ഞ ഒരു സാധനം വീട് കിട്ടണ്ടേ? ഇങ്ങനെ കൺഫ്യൂഷനാണ് മൊത്തം ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് ബുദ്ധിജീവികൾ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്താം. അതാ കൺക്ലൂഷൻ.
ദൈവപുത്രൻ ഇടപെട്ടാൽ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? അവൻ വ്യക്തമായ ഉൾക്കാഴ്ച തിന്മ ഭവിക്കില്ല. അതാ ഉൾക്കാഴ്ച. നന്മയല്ലാതെ ഒന്നും ചെയ്യാത്ത ഒരു കർത്താവ് എനിക്കുണ്ട്. അതുകൊണ്ട് ഇത് തിന്മ ഭവിക്കത്തില്ല. ഇതിനകത്തൊരു നന്മയുണ്ട്, ഇതിനകത്തൊരു നന്മയുണ്ട്, ഇതിനകത്തൊരു നന്മയുണ്ട്. ഇതാ കൺവിക്ഷൻ. അവൻ ഇടപെടുന്നു. ചില കഴിഞ്ഞപ്പോ യേശു ഇങ്ങനെ മരിച്ച കാര്യവും പുറത്തെ കാര്യവും ഒക്കെ ഇവർക്ക് ഡൗട്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ യേശു ഇടപെടുക. നമ്പർ 3, മൂന്നാമത്തെ കാര്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താണ്? ശാസിക്കുന്ന യേശു. ബാക്കി 25 വായിച്ചത്. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. ക്രിസ്തു യേശു അവരെ ശാസിക്കുക. എന്താ വിളിച്ചത്? അങ്ങനെ വിളിച്ച മോശം. അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ല, വായിച്ചു കേൾപ്പിക്കുന്നതിനോട്. ഒന്നുകൂടെ വായിച്ചു. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അപ്പൊ മന്ദബുദ്ധികള് ദൈവമക്കളുടെ ഇടയില് ഉണ്ട്. അത് ഏത് മന്ദബുദ്ധി? ആത്മീയ മന്ദബുദ്ധി. മറ്റേതെന്ന് പറയുന്നത് പുറമേ ഉള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവര് ഭക്ഷണം കഴിക്കും, പക്ഷെ ഏതാണ്ട് ഒരു കുഴപ്പം പോലെ ഉണ്ടാവും. അത്രേ ഉള്ളൂ, വലിയ കുഴപ്പമാകാം. പക്ഷെ അങ്ങനെയുള്ളവരോട് നമ്മൾ സഹതാപത്തിൽ ഇടപെടുന്നത് പാവമല്ലേ. ഇതുപോലെ വിശ്വാസത്തിലെ മന്ദബുദ്ധികളോട് നമ്മൾ ഗൗരവത്തിൽ ഇടപെടരുത്, സഹതാപത്തിൽ ഇടപെടണം. എന്താ ഈ വിശ്വാസത്തിലെ മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ? വിശ്വാസത്തിൽ മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ കുറെ വിശ്വസിക്കും, കുറെ വിശ്വസിക്കുക, കുറെ അംഗീകരിക്കും, കുറെ അംഗീകരിക്കും. ഇതാ മന്ദബുദ്ധി. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം എന്നുള്ളതിന് അടിവരുന്നു. രാത്രി പറയാമോ? ഞാൻ ഈ വചനം എന്ത് പറയുന്നോ അത് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കണം. ഇനി എന്താ ഇവർ വിശ്വസിച്ചത്, എന്താ വിശ്വസിക്കാത്തത്? 26 വാക്യത്തിലുണ്ട്. ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മഹത്വത്തിൽ കിടക്കുന്ന യേശുവിനെ അവർക്ക് ഇഷ്ടം, കഷ്ടം അനുഭവിക്കുന്ന യേശുവിനെ ഇഷ്ടമാണ്. നമുക്കും ഇഷ്ടമല്ല, പക്ഷെ ഇതാ പ്രമാണം. അപ്പൊ കഷ്ടം അനുഭവിച്ചിട്ട് മഹത്വത്തിൽ കിടക്കണം. അപ്പൊ മഹത്വത്തിലോട്ട് പോകാനുള്ള വഴി കഷ്ടതയുടെ വഴിയാണ്. ശരിയാണോ? അതെ. റോമർ 8:17 കൂടെ അതിന്റെ കൂടെ ചേർത്തു. പെട്ടെന്ന് വായിച്ചു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഇതിൽ കൂടുതൽ എന്നാ വ്യാഖ്യാനം വേണ്ടത്? സിമ്പിൾ അല്ലേ? അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടവരൊക്കെ എന്ത് ചെയ്യണം? അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. മനസ്സിലായെങ്കിൽ സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പം അത് ഏത് തരം കഷ്ടതയാണെന്നൊന്നും വ്യാഖ്യാനിച്ച് സമയം കളയണ്ട. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് മനസ്സിലിരുന്നോട്ടെ. അപ്പൊ എന്തെങ്കിലും വന്നാലുടനെ ആശ്ചര്യപ്പെടണ്ട, ഇതിന്റെ കൂടെ ഉള്ളതാണ് ഓർത്തോ. കഷ്ടത എന്ന് പറഞ്ഞാൽ പലതരത്തിൽ വരാം. മാനസികമായ അസ്വസ്ഥത, സംഘർഷം, ടെൻഷൻ, രോഗം, ദുഃഖം, അപകടം, പലത് ജീവിതത്തിൽ വന്നെന്നിരിക്കാം. ഒന്നും കയറി അഭിപ്രായം ഒന്നും പറയരുത്. സ്തോത്രം. ഊഹം വെച്ചൊന്നും പറയരുത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നിരിക്കും. അപ്പോ തേജസ്സിലേക്ക് പോകേണ്ടത് വഴി കഷ്ടത്തിലൂടെയാണ്. കിരീടത്തിലേക്കുള്ള വഴി കാൽവറിയിലൂടെയാണ്. ഇതിവർക്ക് അറിയാൻ മേലാത്തത് കൊണ്ടാണ് ഇവരെ മന്ദബുദ്ധിന്ന് വിളിച്ചു. നമ്മൾ ആരും മന്ദബുദ്ധികളായിരുന്നു. നമ്മൾ കർത്താവ് പറഞ്ഞതെല്ലാം വിശ്വസിക്കണം. ഓക്കെ, ഞാൻ വേഗം പോയാലേ നമുക്ക് എല്ലായിടത്തും എത്താൻ പറ്റുള്ളൂ. 4ാമത്തെ പോയിന്റ്, 4ാമത്തെ ചിന്ത 27ാമത്തെ വാക്യം വായിച്ചു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും
എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പൊ നാലാമത്തെ കാര്യം, വചനം വ്യാഖ്യാനിക്കുന്ന യേശു. ഒന്നുകൂടെ വായിച്ചേട്ട ദേവദാസനെ. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് യേശുവിനെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഇവിടെ ഞാൻ ഒരു ഇച്ചിരി കാര്യം പറയുമ്പോൾ പിണങ്ങൊന്നും ചെയ്യരുത്. ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ വിഷമമുണ്ടാവും. ഈശോ മിശിഹ ഏത് ഭാഗമാണ് വ്യാഖ്യാനിച്ചത്? ഞാൻ പറയാം. ഉൽപ്പത്തി തുടങ്ങി മലാഖി വരെ. അതെങ്ങനെയാ? അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, മോശ തുടങ്ങി എന്ന് പറഞ്ഞാൽ മോശയുടെ ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തിയാണ്. ഒരുപാട് ലേവീസംഖ്യക്ക് മോശയുടെ. സകല പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ മേജർ പ്രോഫറ്റ്സ്, മൈനർ പ്രോഫറ്റ്സ്. തീർന്നില്ലേ? അപ്പൊ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകം എടുത്തു. ഈ വഴിയെ 11 കിലോമീറ്റർ ഉണ്ടല്ലോ, എടുത്തു. ഓടിച്ചൊരൊറ്റ വ്യാഖ്യാനം. ഉൽപ്പത്തിക്കകത്ത് ഈശോ മിശിഹ ഒരു മക്കളെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് കണ്ടിട്ടില്ല. കാണിച്ചു തരാം. പുറപ്പാട്ടിലുണ്ട്, ലേവിയിലുണ്ട്, സംഖ്യയിലുണ്ട്, ആവർത്തനം ചോദിച്ചാൽ ആയിരത്തി 192 എല്ലാത്തിലും ഉണ്ട്. ഇതിനകത്തുനിന്നല്ല യേശുവിനെ കാണിച്ചു. ദാവീദിനെ അല്ല കാണിച്ചു കൊടുത്തത്, ഗോലിയാത്തിനെ അല്ല കാണിച്ചു കൊടുത്തു, ഏലിയാവിനെ അല്ല കാണിച്ചു കൊടുത്തു, യേശു. ഇവിടെയാണ് ഈ പിണങ്ങെന്ന് പറഞ്ഞത്. നമ്മൾ യേശുവിനെ കണ്ടില്ല പിന്നെ ബൈബിൾ വായിക്കുന്ന കാര്യം. ഇത് ആയുസ് മുഴുവനും ഈ ദാവീദും ഗോലിയാത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയാൽ മതിയോ? ഞാനൊരു കുടുംബപ്രശ്നം പറഞ്ഞു തീർക്കാൻ പോയി. അപ്പൊ അവിടുത്തെ അപ്പച്ചൻ എന്നോട് പറയാ, ഈ മരുമകളെ എന്നെ വിളിച്ച പദം പാസ്വേഡ് കേൾക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത്ര കൊള്ളില്ലാത്താണെങ്കിൽ ഞാനോട് എന്തിനാ കേൾക്കും? അവളോട് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാ സഹോദരി? പുള്ളി പറയാ, ഭക്ഷണനെ നിന്നിനായി എണ്ണുക. ഏതോ ഭക്തന്മാരെ ബഹുമാനിക്കുക ഭാഷ വായിച്ചിട്ടില്ലെന്ന് എന്നോട് ചോദിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരൻ സങ്കീർത്തനത്തിൽ തന്നെയാണ് വർഷങ്ങളായി. ഹലോ, ആ എന്റെ പൊന്നു ഭാഷ. അപ്പൊ സങ്കീർത്തനം വേണ്ടേ? വേണം. അതിനകത്തുനിന്ന് ക്രിസ്തുവിനെ കിട്ടണം. ഇത് ഈ കല്ല് 5 കല്ലിനെ വ്യാഖ്യാനിച്ച് വരുമ്പോ ഒരു വർഷം തോട്ടിക്കിടന്ന് 5 കല്ലില്ല. എന്താ ഭാഷ പറഞ്ഞിരുന്നത്? പഴയ നിയമത്തിൽ ഇത് പുറത്തു വരണം. പഴയ നിയമത്തിന്റെ സ്പിരിറ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം. എന്നെ പറഞ്ഞു വരെ ഒരു കുഴപ്പമില്ല, ഒരു ദുരുദ്ദേശം അറിയില്ല. കറക്റ്റ് കാര്യം പറയുന്നത്. ഒന്നും പേടിക്കണ്ട. പഴയ നിയമം പഠിക്കണം. അതിനകത്തുനിന്ന് പുതിയ നിയമം എടുക്കണം. അതിനകത്തുനിന്ന് ക്രിസ്തുവിനെ കാണണം. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം വരവേൽപ്പിച്ച ദൈവപുത്രനെ കാണണം. കല്ലെടുത്ത് തലയ്ക്ക് തെറിയുന്ന പ്രമാണമല്ലിത്. ശത്രുവിനെ സ്നേഹിക്കുന്ന പ്രമാണമായിരുന്നു. യേശു പഴയ നിയമത്തിൽ നിന്ന് ക്രിസ്തുവിനെ കണ്ടു. അപ്പൊ അങ്ങനെയാണ് പുതിയ നിയമത്തിൽ നിന്ന് എന്താ കാണുന്നത്? പഴയ നിയമമായ യേശു ബൈബിൾ ക്ലാസ് എടുക്കുന്നെങ്കിൽ ക്രിസ്തു. പുതിയ നിയമമാണ് പിന്നെ ക്രിസ്തു അല്ലാതെ ഒന്നുമില്ല. നമുക്ക് ക്രിസ്തുവിനെ കിട്ടണം. ഈ പ്രസംഗം കൊണ്ട് നിങ്ങൾക്ക് ക്രിസ്തുവിനെ കിട്ടണം. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ യേശു വലുതാകണം. നിങ്ങളുടെ മനസ്സിൽ യേശു വലുതാകണം. യേശു 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 അവനാരും വലിയവൻ. എത്ര മനോഹരമായ പാട്ടാ. നിങ്ങൾ പോണ വഴി മുതൽ മനസ്സിൽ പറയണം, ഓ യേശു അവനെത്ര വലിയവനോ. തിരുവെഴുത്തുകളെ തെളിയിക്കുന്ന യേശു. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി വചനം പഠിക്കണേ. ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചത് കൂടാതെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വചനം ധ്യാനിക്കണം കേട്ടോ. അവനത് പറഞ്ഞത്. വചനം വ്യാഖ്യാനിക്കാൻ ലൈസൻസ് ഉള്ളത് യേശുവിന്. യേശു വ്യാഖ്യാനിച്ചാൽ തെറ്റ്. അവൻ അവർക്ക് കൊടുത്തു. 5ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് വേഗം കയറാം. അടുത്ത വാക്യം, അതായത് 28. അവൻ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അതാണ് 5ാമത്തെ കാര്യം. ഭാവം കാണിക്കുന്ന യേശു.
ഒരിക്കൽ കൂടി ആ വാക്യം വായിച്ചോളൂ. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. Amen. എന്നെ ഏറ്റവും കരയിപ്പിച്ച വാക്യമാണ്. സന്തോഷം കൊണ്ട് കരുത, സങ്കടം കൊണ്ടല്ല. എനിക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായില്ല. ഞാൻ പ്രാർത്ഥിച്ചു, വളരെ സമയം ദൈവസന്നിധിയിലിരുന്നു. എനിക്ക് പിടികിട്ടി. ഞാൻ നിങ്ങളോട് പറയാം. ഇങ്ങനെ നടന്നു വരിക ഒന്ന് പേരുകൂടെ ഇവിടെ വന്നപ്പോ ഈ പാർട്ടികളുടെ വീട് നമ്മുടെ ക്ലയോപ്പാവിന്റെ ഒക്കെ വീട് പിടിയ അവരിങ്ങോട്ട് പോകും. യേശു ഇങ്ങോട്ട് പോകും. പോണ പോലെ ഭാവിച്ച് മനസ്സിലെ പ്ലാനോ അറിയോ ഇവരോടെ പോണമെന്നാ. ചുമ്മാ ഒരു ഭാവം. ഇതിന്റെ പേരാണ് ആശിപ്പിക്കാൻ. ഇവർ പകുതി വഴി ചെന്നപ്പോഴാണ് കൂടെ വന്ന ആളെ കാണുന്നില്ല. അയ്യോ പോവാണ് ഒന്നും വിടുന്നില്ല. വിളിച്ചിട്ട് വരാനായിരിക്കുന്നത്. ഈ ചമച്ച് എങ്ങനെയൊക്കെ ചെയ്യുമോ അതാണ് എനിക്ക് മനസ്സിലാകാതെ പോയത്. ഭാവം കാണിക്കുക, നിർബന്ധിക്കുമോ വരിക. ഇതെന്തൊരു പരിപാടിയില്ല. സംശയം തീർക്കാം. പടകിൽ ഉറങ്ങിയത് ഓർക്കുന്നുണ്ടോ? ഇത്ര ഭയങ്കര കാറ്റടിക്കുമ്പോ എല്ലാം ഉറക്കാം. വെള്ളം കയറിയേ മരണോപ്പറ എടുക്കുമ്പോൾ ഉറക്കാം. ഇവര് ഉണർത്താനാ. നമുക്കൊരു ലെസനാണ് ഇതൊക്കെ. നീ ഉണർത്തണമെന്നാണ് അർത്ഥം. ഇതോ നീ വിളിക്കണമെന്ന്. കടന്നു പോകുന്ന ഭാവം കാണിച്ചെന്റെ പോലെ. എന്നാലും അതിന് ശരിയായ അർത്ഥം എന്നാ പറയാം. അവൻ ചില സമയത്ത് കൈവിട്ടതുപോലെ നമുക്ക് തോന്നും. കൈവിടുകില്ല ഞാൻ, മാറിപ്പോകില്ല ഞാൻ, നിന്നെ വിട്ടൊരു നാളും. കൈവിടുകില്ല ഞാൻ, മാറിപ്പോകില്ല ഞാൻ, നിന്നെ വിട്ടൊരു നാളും. നിങ്ങളതിനാലെ ധൈര്യത്തോടും കൂടെ കർത്തനിൽ ആശ്രയിപ്പീ. നിങ്ങളതിനാല് ധൈര്യത്തോടു കൂടെ കർത്തനിൽ ആശ്രയിപ്പീ. കൈവിടുക. പക്ഷേ പഠനത്തിന്റെ ഉള്ളിലെ വ്യാഖ്യാനം ദൈവം നമ്മുടെ ഉള്ളിൽ എഴുതി തരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒടുക്കത്തെ ഭാഗം കേട്ടു. ചില സമയത്ത് അവൻ നമ്മളെ വിട്ടുപോയതുപോലെ. എന്നാൽ കരയുമ്പോൾ, നിലവിളിക്കുമ്പോൾ, നിർബന്ധിക്കുമ്പോൾ തിരിച്ചു വരും. തിരിച്ചു വരും. അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അനുഭവം ഉണ്ടായിട്ടുണ്ടോ? റിയലായിട്ട് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെയുള്ളൊരു മാത്രം ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ച് ഉറക്കെ പറഞ്ഞേ. ഓ സത്യാണോ? പ്രൈസ് ദി ലോർഡ്. 2001 ഞങ്ങൾക്കുണ്ടായ അപകടത്തിൽ രാത്രി 12:30 മണി സമയത്ത് ഞങ്ങൾ വഴിയിൽ ബ്ലഡിനകത്ത് മുങ്ങിക്കിടക്കുമ്പോൾ, ബ്ലീഡിംഗ് കൊണ്ട് തന്നെ മരിച്ചു പോകും. അരമണിക്കൂർ കൂടെ കഴിഞ്ഞു. അങ്ങനെ കിടക്കുമ്പോൾ അതിന്റെ 2 മണിക്കൂർ മുമ്പ് ഞാൻ പ്രസംഗിച്ചതാ യേശു ജീവിക്കുന്നു. തൃശ്ശൂർ ടൗണിൽ നിന്ന് പ്രസംഗിച്ചു വരിക. യേശു ജീവിക്കുന്നു, കൈവിടുകയെന്നൊക്കെ പ്രസംഗിച്ചതാണ്. പിശാച് ചോദിച്ചു, എവിടെ നിന്റെ ദൈവം? എവിടെ നിന്റെ ദൈവം? എനിക്ക് മനസ്സിലായി. പോണ പോലെ ഭാവിച്ചതാ. പോയില്ല, 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 ഇല്ല, പോയില്ല, പോയില്ല. അവൻ പോയില്ല. അവൻ നിന്നെ വിട്ടു പോയില്ല. നിങ്ങളുടെ അനുഭവങ്ങളെ നോക്കി വയ്ക്കും. എന്റെ ചേട്ടന്മാരും അവിടെ അടുത്തില്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണ് അവിടെ താമസിക്കുന്നത്. അപ്പനില്ല, അമ്മയില്ല. തിരുവഴിയിൽ ഞങ്ങൾ കിടന്നു. മനസ്സിൽ പല ചോദ്യങ്ങൾ വന്നു. ഇല്ല, അവൻ കൈവിടുകയില്ല. ഇല്ല, അവൻ നിന്നെ വിട്ടവൻ പോകത്തില്ല. നിന്നെ വിട്ടവൻ പോകത്തില്ല. ചിലപ്പോൾ ചില മാസങ്ങൾ അവൻ മാറിയതുപോലെ തോന്നും. ചില ആഴ്ചകൾ അവൻ മറുപടി തരാത്തതുപോലെ തോന്നും. ചില മാസങ്ങൾ അവൻ നിന്നെ വിട്ടുപോയതുപോലെ തോന്നും.
Glory to God. Glory to God. Glory to God. അവൻ തിരിഞ്ഞു വരും. അതിപ്പോൾ തന്നെ ലക്ഷണങ്ങൾ കാണുന്നുകൊണ്ടോ എന്റെ കർത്താവിന്റെ വരവ് തൊട്ടുപാദത്തിലാണ് സ്വഭാവം ഒന്ന് അറിയണേ പ്രിയപ്പെട്ടവരെ. നമ്മൾ പാട്ടെല്ലാം പാടി ആവേശം മാത്രമായിട്ട് പോയിട്ട് ഇതിന്റെ ഭജന അറിഞ്ഞില്ലേ വഴിയല്ലേ? ഭജന അറിഞ്ഞിട്ട് പാടാവേറുണ്ടല്ലോ. എന്റെ പൊന്നെ എന്നാ രസം കേട്ടോ. ആവർത്തനം 32:11. ദൈവത്തിന്റെ സ്വഭാവം ഒന്ന് കേട്ടോ. കഴുകൻ തന്റെ കൂടടക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. ശ്രദ്ധിച്ചോ? ദൈവത്തെ ഇങ്ങനെയാ വളർത്തുന്നത്. ഞാൻ 3 കാര്യം കാണിക്കാം. ഒന്നുകൂടെ വായിച്ചോ. കഴുകൻ തന്റെ കൂടടക്കി. നമ്പർ 1, കൂട് അനക്കുന്ന കഴുകൻ. വായിച്ചോ. കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. 2, മുകളിൽ പറക്കുന്ന കഴുകൻ. വായിച്ചോ. താൻ ചിറക് വിരിച്ച് അവനെ എടുത്ത് തന്റെ 3 ചിറകേൽ എടുക്കുന്ന കഴുകൻ. സ്വന്തം ഇതുപോലെയാണ് കർത്താവ് തന്നെ മക്കളെ വളർത്തുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? കർത്താവ് നമ്മുടെ മക്കളെ തന്റെ മക്കളെ വളർത്തുന്നെങ്കിൽ അപ്പം നല്ല സ്ട്രോങ് ആയ കമ്പുകൾ കൊണ്ട് കൂടുണ്ടാക്കുന്നു. അതിനകത്ത് സോഫ്റ്റ് ആയ സാധനങ്ങൾ വെച്ചിട്ട് മുട്ടയിടുന്നു. മുട്ട വിരിഞ്ഞു കഴിഞ്ഞ് ഹാപ്പി ഫാമിലി എന്നാ സന്തോഷമാണ്. കഴുകൻ ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. നല്ല സാധനങ്ങൾ കൊണ്ടുവന്നു. ഇതെല്ലാം വാ പൊളിച്ച് മേടിച്ച് കഴിച്ചിട്ട് എത്ര നല്ലവൻ മതിയായവൻ എന്നിങ്ങനെ പാട്ട് പാടിയിരിക്കും. ഇങ്ങനെ ഒരു കുറേ ദിവസം ചാപ്പാട് കൊടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ വിചാരം എന്തൊരു നല്ല ജീവിതമാണ്, ഈ കർത്താവിനെ കണ്ടില്ലാതെ എന്തായി പോയെന്നെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരു ദിവസം ഈ കൂടെ പിടിച്ചൊരു കുലുക്ക്. വായ്പ കൂട് കഴുകൻ തന്റെ കൂട് അനക്കി. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഉടനെ ഈ കുഞ്ഞുങ്ങളെല്ലാം പറഞ്ഞു മതിയോ? യേശുവിനെ നമുക്ക് കാരണം അങ്ങനെയല്ലേ പഠിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഒരു ശാസിച്ചു. അപ്പൊ തള്ള പറയാ, മോനെ പിശാചല്ല, ഞാനാ ഉരുക്കുന്നത്. നീ വിഷമിക്കണ്ട, കൊല്ലാനല്ല, വളർത്താനാ, നശിപ്പിക്കാനല്ല, പ്രമോഷൻ തരാനാ, നിന്റെ അന്ത്യം കുറിക്കാനല്ല, നിന്റെ ശുശ്രൂഷ ഉയർത്താനാ. ഇപ്പൊ ദയനീയമായിട്ട് തള്ളയുടെ മുഖത്തോട്ട് നോക്കി, എന്തിനാ ഞങ്ങളോട് മോനെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നീ അറിയുന്നില്ല, പിന്നെ അറിയും. അങ്ങനെ 2 ദിവസം കുലിക്ക് ചൊന്ന് നിർത്തും. അപ്പൊ ഈ പാട്ട് പാടും, കഷ്ടങ്ങൾ സാരമില്ല, അങ്ങനെ പാടും. അങ്ങനെ 1-2 സന്ധ്യയായ വിശ്വസമായി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത കുലുക്ക്. ഈ കുലുക്ക് തുടങ്ങിയാൽ പിന്നെ കുറെ ദിവസത്തിന് കുലുക്ക എഴുതിട്ടോ. അങ്ങനെയാണ്. അപ്പൊ എല്ലാ വർഷവും കുലുക്കും. അനിയനും കുലുക്കും, ആങ്ങളെ കുലുക്കും, പെങ്ങൾക്ക് മൊത്തം കുലുക്കും. അങ്ങനെ ആശ്വസിപ്പിക്കാൻ ഒത്തിരി കാണുന്നില്ല. ഗതികേടിന്റെ സമയത്ത് എല്ലാവരും കുലുക്കും. പേടിക്കണ്ട. ജീവൻ തന്നവനാ ഇതിന്റെ പുറകിൽ. കർത്താവറിയാതെ എന്റെ തലയിലെ ഒരു രോമം പോലും നിലത്ത് വീഴുന്നില്ല. നിങ്ങൾ ഉപദേശം അറിഞ്ഞില്ലെങ്കിൽ വഴി കർത്താവറിയാതെ മന്ത്രവാദി വിചാരിച്ചതിന്റെ തലയിലെ രോമം വീഴുവോ? ഇല്ല. വിശ്വസിക്കേ, ഉറക്കെ. കർത്താവറിയാതെ എന്റെ കർത്താവറിയാതെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഉറക്കി പാറ പോലെ അങ്ങ് ഉറക്കി. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ മക്കളോട് കർത്താവറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, ഓപ്പറേഷൻ വേണോ കുഴപ്പമില്ല, കർത്താവറിയാതെ സംഭവിക്കത്തില്ല. സംഗതി കുഴഞ്ഞെന്നാണോ പറഞ്ഞത്? ഇല്ല, എന്റെ കർത്താവറിയാതെ. കുറച്ച് ദിവസം കഴിഞ്ഞ് അടുത്ത കുലുക്ക് തുടങ്ങി. ഈ പ്രാവശ്യത്തെ കുലുക്ക് കഠിനമാണ്. തലയെ കുത്തി താഴെയിട്ടു. താഴോട്ട് പോയപ്പോൾ കഴുകൻ മുകളിൽ ഇങ്ങനെ ഹെലികോപ്റ്റർ നിൽക്കുക. ഈ പുള്ളി എന്നെ കാണിക്കണേ നോക്കാൻ. ഇങ്ങനെ താഴോട്ട് പോന്നപ്പോൾ ഇങ്ങനെ പിടിക്കാനായിരിക്കും. 3ാമത്തെ സ്റ്റേജ് കുഴഞ്ഞ് താഴെ എത്തിയപ്പോൾ തള താഴെ വന്നു. എന്നാ സ്പീഡാണ്.
അയ്യോ. ഇത് കൊഴിയുന്ന കണ്ടപ്പോഴേ മോളിൽ നിന്ന് പുള്ളി താഴെ വന്നു. വീണത് എവിടെയാണെന്നറിയോ? അമ്മയുടെ ചിറകല്ലേ. കൈവിടുകയില്ല അവനല്ലരിൽ, വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ. കൈവിടുകയില്ല അവനല്ലരിൽ, വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ. കൈവിടുകയില്ല അവനല്ലരിൽ, വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ. ഒടുവിലത്തെ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ്. ചൂടെഴുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമാ ചൂളയിൽ. അവൻ ചൂടെഴുന്ന ശോധന വേളയിൽ കൂടെ വന്നു ചേരുമാ ചൂളയിൽ. ഈ വിധ സ്നേഹിതൻ പാരില്ല, അവൻ ഈ വിധ സ്നേഹിതൻ പാരില്ല. വീണ്ടെടുത്തോരെല്ലാം തൻ ചോരയാ, വീണ്ടെടുത്തോർ. അതിന്റെ ഒന്ന് രണ്ട് സ്റ്റാൻസ് അക്ഷരങ്ങളായിട്ട് ചേർന്ന് പാടിക്കോ. കൈവിടുകയില്ല അവനല്ലരിൽ, വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ. അവൻ കൈവിടുകയില്ല അവനല്ലരിൽ, വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ. ജീവിത സ്നേഹിതൻ പാരില്ല, ജീവിത സ്നേഹിതൻ പാരില്ല. വീണ്ടെടുത്തോരെല്ലാം തൻ ചോരയാ, വീണ്ടെടുത്തോരെല്ലാം തൻ ചോരയാ. ലോകമാം കടൽ തീരത്തള്ളലിൽ ഭൂമിവൻ പാതയിൽ പിന്നലിൽ. ലോകമാം കടൽ തീരത്തള്ളലിൽ ഭൂമിവൻ പാതയിൽ പിന്നലിൽ. ജീവിത സ്നേഹിതൻ പാരില്ല, ജീവിത സ്നേഹിതൻ പാരില്ല. വീണ്ടെടുത്തോരെല്ലാം തൻ ചോരയാ, വീണ്ടെടുത്തോരെല്ലാം തൻ ചോരയാ. കൂട്ടിക്കൊണ്ടു കൂടെ പൊന്നിത്തലേ, വീട്ടിലെത്തി ശ്രമിക്കും വരെ. കൂട്ടിക്കൊണ്ടു കൂടെ പൊന്നിത്തലേ, വീട്ടിലെത്തി ശ്രമിക്കും വരെ. ജീവിത സ്നേഹിതൻ പാരില്ല, ജീവിത സ്നേഹിതൻ പാരില്ല. വീണ്ടെടുത്തോരെല്ലാം തൻ ചോരയാ, വീണ്ടെടുത്തോരെല്ലാം തൻ ചോരയാ. കൈവിടുകയില്ല അവനല്ലരിൽ, വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ. കൈവിടുകയില്ല അവനല്ലരിൽ, വീഴുകിൽ തൻ ശാശ്വത കൈകളിൽ. ജീവിത സ്നേഹിതൻ പാരില്ല, ജീവിത സ്നേഹിതൻ പാരില്ല. വീണ്ടെടുത്തോരെല്ലാം തൻ ചോരയാ, വീണ്ടെടുത്തോരെല്ലാം തൻ ചോരയാ. ഞാനൊരു കുട്ടിയെന്നല്ലേ പറഞ്ഞാടേ, അവൻ കൈവിടുകയില്ല. കഴുകൻ കുഞ്ഞിനെ തള്ളിവിട്ടു. കുഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ട് ചിറകിങ്ങനെ അനക്കി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, എനിക്ക് പറക്കാൻ കഴിയും. അങ്ങനെ ആദ്യമായിട്ട് പറക്കാൻ തുടങ്ങി. പക്ഷെ ആദ്യമായിട്ട് പറക്കല്ലേ, പെട്ടെന്ന് കുഴഞ്ഞു പോയി. അപ്പോൾ തള്ള താഴെ എത്തി.
തിരിച്ചെടുത്ത് കൂട്ടിക്കൊണ്ടെന്ന് വെച്ചപ്പോ ചോദിക്കുക, അമ്മ ഒരു കഥ സംശയം ചോദിച്ചോട്ടെ, എന്തിനാ ഇത്ര ക്രൂരമായിട്ട് എന്നോട് പ്രവർത്തിച്ച്? മോനെ പറയാം, നീ പറക്കാൻ വേണ്ടി ജനിച്ചതാ. നീ പറക്കാൻ വേണ്ടി ജനിച്ചതാ. എരക്കാൻ വേണ്ടി ജനിച്ചതല്ല, എഴയാൻ വേണ്ടി ജനിച്ചതല്ല, നീന്താൻ വേണ്ടി ജനിച്ചതല്ല. പറക്കാൻ, 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 പറക്കാൻ. ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളെക്കാളും ഉയരത്തിൽ പറക്കേണ്ടവരാണ് കഴുകൻ. നീ എന്റെ മകനാണെങ്കിൽ നീ പറക്കണം. നിന്നെ ഞാൻ ഈ കൂട്ടിലിരുത്തി കാപ്പാടുന്ന നീ ജന്മത്ത് പറക്കത്തില്ല. ഓ, അങ്ങനെയല്ലേ? അതെ. അപ്പൊ നമ്മൾക്ക് ഒരു ട്രെയിനിങ് വേണം. അതിനായി പ്രശ്നങ്ങൾ. ഒരു പ്രായമായ അപ്പൻ ഒരു ബാഗിൻ തോളിൽ റെയിൽവേ സ്റ്റേഷനിൽ പഠിക്കാൻ വന്നിട്ട് ഒരു കൊച്ചിനോട് ചോദിച്ചു, മോനെ ഇനി എപ്പോഴാണ് വണ്ടി? നമ്മളിത് ഇപ്പൊ ഒരു വണ്ടിയുണ്ട്, അത് കിട്ടുമോ? ഓടിയാ കിട്ടും. വലിയതിന് ഓടാൻ വയ്യ, പതുക്കെ പതുക്കിയാ പോണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഈ ചെറുക്കൻ പട്ടി അഴിച്ചു, ഈ ചെറുക്കൻ പട്ടി അഴിച്ചു, പട്ടി കുറച്ചുകൊണ്ട് ചാടി വലിയപ്പൻ ഓടി ട്രെയിനിൽ കയറി. ട്രെയിനിന്റെ സൈഡ് സീറ്റ് വന്നിട്ട് ചോദിച്ചു, പൊന്നുമാനെ എന്തിനാണ് അതിനോട് ഉപദ്രവം ചെയ്തത്? വലിയപ്പ എന്റെ പട്ടി കടിക്കുകയില്ല. ഇല്ല, ഞാനൊരു ഉപകാരം ചെയ്തതാണ്, ട്രെയിൻ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. എന്റെ ജീവിതത്തിൽ നേരെ ആരൊക്കെയോ ഓരോ പട്ടിയെ പണ്ടടിച്ച് വിട്ടില്ലേ? അല്ലേ? അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ അല്ലേ? അപ്പൊ ആ പട്ടി അടിച്ചു വിട്ടവർക്ക് കാര്യം അടിച്ചു കൊടുക്കണം. നിന്റെ ജീവിതത്തിൽ നേരെ അപമാനത്തിന്റെ പട്ടി, പരിഹാസത്തിന്റെ പട്ടി, നിന്ദയുടെ പട്ടി, ചാലുവാരുന്ന പട്ടി നിനക്കെതിരെ അഴിച്ചുവിട്ടെങ്കിൽ നീ ഇന്ന് ഇവിടെയെത്തി, നീ ഇന്ന് ഈ ശുശ്രൂഷയിലെത്തി, നീ ഇന്ന് ഈ പൊസിഷനിലെത്തി, നീ ഇന്ന് ഈ അഭിഷേകത്തിലെത്തി. അപ്പൊ വലിയൊരു സ്പീഡുണ്ട്. പട്ടി വന്നാലേ എടുക്കൂ. ദൂത് കേട്ടോ, നിനക്ക് ഇതിൽ കൂടുതൽ പവർ ഉണ്ട്, നിനക്ക് ഇതിൽ കൂടുതൽ മിനിസ്റ്റർ ചെയ്യാൻ പറ്റും, നിനക്ക് ഇതിൽ കൂടുതൽ ഉപസിക്കാൻ പറ്റും, നിനക്ക് ഇതിൽ കൂടുതൽ ആത്മാക്കളെ നേടാൻ പറ്റും, നിനക്ക് ഇതിൽ കൂടുതൽ കർത്താവിന് പ്രയോജനപ്പെടാൻ പറ്റും, നിനക്ക് ഇതിൽ കൂടുതൽ ശോഭിക്കാൻ പറ്റും. നിന്നെ അതിനു വേണ്ടി സൃഷ്ടിച്ചത്. നിന്റെ ഉള്ളിൽ പവറുണ്ട്, അത് പുറത്തോട്ടൊന്ന് വരണം. ആ പവർ ഒന്ന് പുറത്തോട്ട് വരണം. അതിനാണ് ഈ പ്രതികൂലം, അതിനാണ് ഈ കഷ്ടതകൾ, അതിനാണ് ഈ പരിസ്ഥിതി. Hallelujah, 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 hallelujah. അവൻ കൈവിടത്തില്ല. മുമ്പോട്ട് പോകുന്ന പാവം കാണിച്ചു. ഇവര് വിളിച്ചപ്പോ തിരിച്ചു വന്നു. അവരുടെ കൂടെ അന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ ഇരുന്നു. അപ്പം എടുത്ത് നുറുക്കി കൊടുത്തു. കണ്ണു നോക്കും. ഓ, ഇതെന്താ വലിയ അത്ഭുതമാണ്. നമ്മുടെ കർത്താവ് കണ്ണു തുറപ്പിക്കുന്നവനാണ്, കണ്ണു തുറപ്പിക്കുന്നവനാണ്. ഒരു കഷ്ടത കഴിയുമ്പോൾ നമ്മുടെ കണ്ണൊന്നുകൂടെ തുറക്കും. ഒരു പ്രതികൂലം കഴിയുമ്പോൾ കണ്ണൊന്നുകൂടെ തുറക്കും. ഒരു പ്രതിസന്ധിയുടെ കാലാവസ്ഥ ഒരു ഘട്ടമാണ്, അതൊരു ഘട്ടമാണ്. ആ ഘട്ടം കഴിയുമ്പോൾ നിന്റെ സൈറ്റ് കുറവുകൾ വർദ്ധിക്കുകയാണ്. ശരിയാണോ? നോക്കി നോക്കിയേ. ഇന്നലെ വരെ കാണാത്ത ജനത ഇന്ന് നീ കാണുന്നില്ലേ? മുൻകാലങ്ങളിൽ കാണാത്ത ജനത ദൈവം കാണുന്നില്ലേ? ഇന്ന് രാത്രി ദൈവം ചിലരുടെ കണ്ണുകൂടെ തുറക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ചിലരുടെ കണ്ണുകൂടെ അവൻ തുറക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എന്റെ കണ്ണു തുറക്കണം. ഹാഗാറിന്റെ കണ്ണു തുറന്നു, അവൾ ഉറവ കണ്ടു. ഇന്ന് രാത്രി ദൈവം നിന്റെ കണ്ണു തുറക്കാൻ പോവുക. നിനക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഉറവ വെളിപ്പെട്ട് വരാൻ പോവുക. നിന്റെ നന്മ മറഞ്ഞു കിടക്കുന്നത് ഇന്ന് രാത്രി നിന്റെ കണ്ണിന് മുമ്പിൽ വെളിപ്പെട്ടു വരുന്നു. അവൻ കണ്ണു തുറക്കുന്നവനാണ്. ഇന്ന് രാത്രി ഈ കമ്പനിൽ അങ്ങോളം ഇങ്ങോളം കണ്ണു തുറക്കുന്ന യേശു വന്നിരിക്കുക. കണ്ണു തുറക്കുക. നിന്റെ ഭാവിയെ കാണുക, നിന്റെ തലമുറയുടെ ഭാവിയെ കാണുക, നിന്റെ വിനാശ ഭാവ ഇതോ
കർത്താവേ എന്റെ കണ്ണിന്റെ രാത്രി തുറക്കണം. എല്ലാവരും പ്രാർത്ഥന ആരംഭിച്ചാട്ടെ, പ്രാർത്ഥന ആരംഭിച്ചാട്ടെ, ദൈവത്തോട് സംസാരിക്കാൻ ആരംഭിച്ചാട്ടെ, ദൈവത്തോട് സംസാരിച്ചാട്ടെ, ദൈവത്തോട് സംസാരിച്ചാട്ടെ. കേവലം പ്രസംഗം മാത്രമാണോ? അല്ല, ദൈവത്തിന്റെ കൈ ഇവിടെ ഇറങ്ങി വരും. ഇന്ന് ചില അത്ഭുതങ്ങൾ നിങ്ങൾ അനുഭവിക്കും. അവൻ ഇന്ന് ചിലരുടെ കണ്ണ് തുറക്കും. അവൻ ഇന്ന് ചിലരുടെ കെട്ടഴിക്കും. അഭിഷേകത്തിന്റെ പുതിയൊരു അളവ് ചിലരിന്റെ രാത്രി പ്രാപിക്കും. നിരാശയുടെ കയറുകൾ കുടഞ്ഞു കളയുക. കേവലം ഒരു ഊഹമല്ല, ഒരു തോന്നലല്ല, വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിച്ചു. ഇന്ന് ചില കെട്ടുകൾ അഴിക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് വളരെ വ്യക്തമായി പറഞ്ഞു, ഇന്ന് ചില രോഗികൾ സൗഖ്യമാകാൻ പോവുകയാണ്. കർത്താവിനെ വ്യക്തമായി കാണിച്ചു. ചിലരിന്റെ രാത്രി ഉയർത്തെഴുന്നേൽക്കുന്ന രാത്രിയാണ്. നിന്റെ അത്ഭുതം കൈനീട്ടി പിടിച്ചോ, നിന്റെ വിടുതൽ കൈനീട്ടി എടുത്തോ, നിന്റെ ശുശ്രൂഷ കൈനീട്ടി എടുത്തോ, നിന്റെ നന്മ കൈനീട്ടി എടുത്തോ, നിന്റെ വാഗ്ദത്തങ്ങൾ കൈനീട്ടി എടുത്തോ, നിന്റെ വിടുതലുകൾ കൈനീട്ടി എടുത്തോ, നിന്റെ കാഴ്ചപ്പാടുകൾ കൈനീട്ടി എടുത്തോ. ശക്തിയോടെ 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 വിശ്വാസത്തോടെ. സംശയം വേണ്ട, സംശയം വേണ്ട. ഇന്ന് രാത്രി ദൈവം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി ആ ദൈവ പ്രവൃത്തി അനുഭവിക്കാതെ ആരും പങ്കെടുത്ത് പോകരുത്. ആ ദൈവത്തെ അനുഭവിക്കാതെ ഒരൊറ്റ കുഞ്ഞ് ഈ സമ്മേളനത്തിൽ പോകരുത്. എന്റെ കർത്താവ് പറഞ്ഞാൽ അവനത് പ്രവർത്തിക്കും. ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. ഇതാ ദൈവത്തിന്റെ തേജസ് ഇതാ ഈ സഭയിൽ ഇറങ്ങുന്നു. പ്രസൻസ് ഇതാ വരുന്നു. അഭിഷേകം ഏറ്റെടുത്തോ, ആത്മശക്തി ഏറ്റെടുത്തോ, കൃപാവരങ്ങൾ ഏറ്റെടുത്തോ, ദൈവശക്തി ഏറ്റെടുത്തോ. കേരളത്തിൽ ഇന്ത്യയിൽ വചന പണ്ഡിതന്മാർ ഒരുപാടുണ്ട്. കോയിൽ വെച്ച് പ്രസംഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ പരിശുദ്ധാത്മ നിറവും വചന ശുശ്രൂഷകൾ ഒരുമിച്ച് നടത്ത ദൈവത്തിന്റെ പ്രവൃത്തി നടക്കും. ജനറൽ കൺവെൻഷൻ പ്രത്യേകത എന്താണെന്നറിയാമോ? ആത്മാവിലെ ആരാധനയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, വചന ശുശ്രൂഷയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ഒത്തിണങ്ങിയെങ്കിൽ നിന്റെ വിടുതൽ ഇന്ന് രാത്രി പേടിക്കണം. ഇത് വെറും ഒരു ആവേശമൊന്നുമല്ല. ദൈവത്തിന്റെ ആത്മാവിൽ പറയുകയാണ്, ഇത് ഒരു പ്രത്യേക സന്ദർശനത്തിന്റെ രാത്രിയാണ്. ഇത് ഒരു വിടുതലിന്റെ രാത്രിയാണ്. ഈ മുൻനിരയിലല്ല, ഈ പകുതിയല്ല,